നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. എൻ്റെ പേര് മത്തായി, ചക്കുന്നുംപുറത്ത് എന്ന് വീട്ടുപേര്. താമരശ്ശേരി രൂപതയിലെ ദേവഗിരി ഇടവയിലെ ഒരംഗമാണ്. മത്തായി കുഞ്ഞെന്നാണ് ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുക. ഞാൻ ഇപ്പോൾ സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത് മുഴുവൻ സമയവും സുവിശേഷ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. കോഴിക്കോട് സോണിൻ്റെ സെക്രട്ടറി എന്ന നിലയിലാണ് ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 33 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ദേവഗിരി ഇടവിലേക്ക് ജോലി സംബന്ധമായിട്ട് വന്ന് താമസമാക്കിയത്. അതിനു മുമ്പ് കുടിയേറ്റ പ്രദേശമായ മുക്കത്തിൻ്റെ അടുത്ത് തേക്കുംകുറ്റി എന്ന സ്ഥലത്തായിരുന്നു നാട്ടിൽ നിന്ന്, തിരുവിതാംകൂറിൽ നിന്ന് വന്ന് കുടുംബസമേതം താമസമാക്കിയത്. ജോലിയുടെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ കോഴിക്കോട്ടേക്ക് താമസം മാറ്റിയത്. ഏതായാലും കുടിയേറ്റ മേഖലകളിൽ വന്ന ആ നാൾ മുതൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വളരെ കൂടുതലായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. നിരന്തരം ജപമാല ചൊല്ലി സന്ധ്യാവേളകളിൽ പ്രാർത്ഥിച്ചിരുന്നൊരു ശീലം കുടുംബത്തിൽ പണ്ടേ കാത്തു പോന്നിരുന്നു. എങ്കിലും അത്ര വലിയൊരു ദൈവാനുഭവമൊന്നും അതിൽ കിട്ടിയിരുന്നില്ല. അതൊരു ചടങ്ങ് പോലെയൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നു. ഏതായാലും ജോലി സംബന്ധമായി ഈ ദേവഗിരി ഇടവകയിൽ താമസമാക്കിയ നാളുകൾ മുതൽ ഞാനും ഭാര്യയും മാത്രമായിരുന്നു ആദ്യ നാളുകളിൽ. ഭാര്യ ഗർഭിണിയായി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ പ്രസവത്തിൻ്റെ സമയത്തേക്കൊക്കെ അടുക്കുമ്പോഴത്തേക്കും ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ആരുമില്ലല്ലോ. അപ്പോൾ ഒരു സഹോദരി കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായം ഏതായാലും ഭാര്യയുടെ അമ്മ സഹായത്തിനായിട്ട് വന്നു. അങ്ങനെ ഡെലിവറിയുടെ സമയമെടുത്ത് ഹോസ്പിറ്റലിൽ പോകേണ്ട സമയമൊക്കെ വന്നപ്പോൾ ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലായിട്ടും ഡെലിവറി നടക്കാതെയൊക്കെ ആകുമ്പോൾ ഒത്തിരി വിഷമമൊക്കെ തോന്നിയപ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ കതകടച്ച് മുട്ടുമേൽ നിന്ന് പരിശുദ്ധ അമ്മയോട് കൈവിരിച്ച് നിന്ന് കൊന്ത ചൊല്ലിയത് ഞാൻ ഓർക്കുക. ആ കൊന്ത ജപമാല ചൊല്ലി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം പരിശുദ്ധ അമ്മയോട്
പ്രാർത്ഥിച്ചാൽ ഒരു കാര്യത്തിനും കുറവുണ്ടാവില്ല എന്ന വലിയൊരു ബോധ്യം തന്ന ഒരു അനുഭവമായിരുന്നു അത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം വലിയ ഭക്തിയുള്ള കുടുംബമായിരുന്നെങ്കിലും ഒരു അപ്പച്ചനൊക്കെ ഒത്തിരി മദ്യപാനത്തിൻ്റെയൊക്കെ അടിപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് ഒത്തിരി എന്നെ വിഷമിപ്പിച്ചിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഏതായാലും നാളുകളായിട്ട് ആ പ്രാർത്ഥനകളൊന്നും ഫലവത്താകാതെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ജപമാലയിൽ നവീകരണാനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജപമാലയിൽ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് ഞങ്ങൾ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അതൊരു 26 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഓർമ്മയിൽ. ആ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നാളിൽ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നാളിൽ അത്ഭുതകരമായിട്ട് ആ മദ്യപാനത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് അപ്പച്ചന് മോചനം കിട്ടി. ഇന്ന് കഴിഞ്ഞ 26 വർഷക്കാലമായി അപ്പച്ചന് ആ മദ്യത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയും ഞങ്ങൾ പരസ്പരം നല്ല സ്നേഹത്തിലും ഐക്യത്തിലും കുടുംബത്തിൽ സമാധാനത്തോടെ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അത് വലിയൊരു പരിശുദ്ധ അമ്മയുടെ വലിയൊരു സമ്മാനമായിട്ട് ഞാൻ കരുതുകയാണ്. അതിനോടനുബന്ധിച്ച് ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് ഈ സംഭവമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അറിഞ്ഞ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ചില ഒരു അക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് ആ കുടുംബനാഥയും 3 പെൺമക്കളും ഞങ്ങളോടൊപ്പം വന്നിരുന്ന് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളുടെ അച്ഛനും ഇതുപോലെ വലിയ മദ്യപാനത്തിൻ്റെ അടിമയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇതിന് ഫലം ഉണ്ടാവുമോ? അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല, ഏതായാലും മാതാവിനോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും അത് ലഭിക്കാതിരിക്കില്ല എന്ന് പറയാൻ തോന്നി. പിറ്റേ ദിവസം മുതൽ ആ കുടുംബവും ഞങ്ങളോടൊപ്പം വന്നിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അതങ്ങനെ ദിവസങ്ങൾ നീണ്ട് ഈ മനുഷ്യനപ്പോഴും നല്ല മദ്യത്തിൻ്റെ പിടിയിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ആ മദ്യപാനത്തിൻ്റെ വലിയ പിടുത്തത്തിലായിരുന്ന മനുഷ്യൻ ഒരു ദിവസം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിലിൻ്റെ പടിയുടെ പുറത്ത് താഴത്തെ സ്റ്റെപ്പിലേക്ക് വന്നിരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് ആദ്യം പേടിയാണ് തോന്നിയത്. കാരണം ഈ മക്കളെയൊക്കെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് ഒരുമിച്ച് കൂട്ടുന്നോന്നോ അങ്ങനെയൊക്കെ എന്തോ ഒരു തോന്നലാണ് മനസ്സിൽ തോന്നിയത്. ഏതായാലും പിറ്റേ ദിവസം ആ മനുഷ്യൻ മദ്യപിച്ച് വന്ന് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ കയറിയിരുന്ന് ഒരു വിഷമവും ഒന്നും ഉണ്ടാക്കാതെ അന്നും തിരിച്ചു പോയി. അതിൻ്റെ പിറ്റേ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ വന്ന് വാതിലിൻ്റെ അകത്ത് കയറിയിരുന്ന് ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയ്ക്ക് കൂടാൻ തുടങ്ങി. പിന്നീട് വന്ന ആ മനുഷ്യൻ നേരിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് വലിയൊരു മാറ്റം ഉണ്ടായി. അങ്ങനെ ആ മനുഷ്യനും മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ചപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി, പരിശുദ്ധ അമ്മയോട് ഒരുമിച്ചുള്ള പ്രാർത്ഥന അമ്മ അത് കേൾക്കാതിരിക്കില്ല, അനുഗ്രഹങ്ങൾ ഭക്ഷിക്കാതിരിക്കില്ല. എൻ്റെ അപ്പച്ചന് ചെയ്തതുപോലെ തന്നെ എൻ്റെ അയൽവക്കത്തുള്ള കുടുംബനാഥനും ചെയ്തപ്പോൾ ആ കുടുംബവും ഈശോയെ അറിയാൻ അമ്മയിലൂടെ അത് വലിയ സാധ്യതയൊരുക്കിയപ്പോൾ ഇന്ന് അവിടുത്തെ ആ കുട്ടികളൊക്കെ ഈശോയെ ലോകത്തിന് കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അമ്മ ഒരുപാട് ഇതുപോലെ സുവിശേഷവൽക്കരണ പ്രവർത്തനത്തിൽ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നല്ല ഫലമുണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ ആ കുടുംബത്തിലേക്കും ദൈവത്തിൻ്റെ വലിയ ദൈവാനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ കടന്നു വരുന്നത് കാണാനിട വന്നു. ഇന്ന് ആ കുടുംബം വലിയ സമൃദ്ധിയിലേക്ക് വളരുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം എനിക്ക് മനസ്സിൽ തോന്നുകയാണ്. പിന്നെ ആദ്യ നാളുകളിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം, ഒരുപാട് എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയില്ല. 10ാം ക്ലാസ് വരെ എനിക്ക് സ്കൂളിൽ പോകാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് ചേർന്നൊരു ജോലി എന്നതാണ് കിട്ടുക, സർക്കാർ ജോലി. എങ്കിൽ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു സർക്കാർ ജോലി ലഭിക്കണമെന്നുള്ളത്. അതിനുവേണ്ടി ഒത്തിരി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, ഇങ്ങനെ പേപ്പറിൽ കാണുന്ന PSC എക്സാമിനേഷൻ എല്ലാം എഴുതിക്കൊണ്ടിരിക്കുക. ഏതായാലും ഡ്രൈവ് ചെയ്യുന്ന ജോലി എനിക്കറിയാമായിരുന്നതുകൊണ്ടും ലൈസൻസൊക്കെ അറിയാമായിരുന്നതുകൊണ്ടും അങ്ങനെ ഒരു വേക്കൻസി കണ്ടപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നെ സഹായിച്ച് ജോലിക്ക് അപേക്ഷിച്ചു. ഏതായാലും കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു സർക്കാർ ഉദ്യോഗം ലഭിക്കാനിട വന്നു. അത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയും പരിശുദ്ധ അമ്മ നൽകിയ വലിയൊരു സമ്മാനവുമായിട്ട് ഞാൻ കരുതുകയാണ്. ഒത്തിരി വിദ്യാഭ്യാസ യോഗ്യതയില്ലെങ്കിലും ഞാൻ ആഗ്രഹിച്ച അമ്മയോട് പറഞ്ഞ കാര്യം അത് അമ്മ സാധിച്ചു തന്നു. അതിൻ്റെ ഒത്തിരി സന്തോഷം എനിക്കും എൻ്റെ കുടുംബത്തിനും അതിൽ നിന്ന് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുകയാണ്.
അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഏതൊരു കാര്യങ്ങൾക്കും ഉത്തരമുണ്ടെന്ന് ഈ ഒരു സംഭവത്തിലൂടെ എനിക്ക് വലിയൊരു ബോധ്യം തരികയായിരുന്നു. പിന്നീട് മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഞാനിതുപോലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിന് സമർപ്പിക്കാറുണ്ട്. അതെല്ലാം സാധിച്ചു കിട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി കിട്ടിയെങ്കിലും സാമ്പത്തികമായിട്ട് ഒരു ഭദ്രതയില്ലാത്ത അവസ്ഥയിലൂടെയാണ് പിന്നെ കടന്നു പോകേണ്ടി വന്നത്. കാരണം പിന്നീട് എനിക്ക് 3 കുഞ്ഞുങ്ങളും കൂടെ ജനിച്ചു. അങ്ങനെ 4 മക്കളും അവരുടെ പഠനങ്ങളും ഒക്കെ ആയപ്പോഴത്തേക്കും സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. അതോടൊപ്പം തന്നെ വീട്ടിലെ കാർഷിക തകർച്ചയാണ് ഒരു പക്ഷേ എന്നെ ഈ ജോലിക്ക് പ്രേരിപ്പിച്ചതെങ്കിൽ അതോടൊപ്പം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും ഏറ്റെടുക്കേണ്ട ഒരവസ്ഥയും കൂടി വന്നു. കാരണം അപ്പച്ചൻ്റെ അസുഖം ഒരു ഓർമ്മക്കുറവിലേക്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കും വന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ ഭാരം കൂടി ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കങ്ങൾ വന്നു. അങ്ങനെ മക്കളുടെ പഠനങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ മകൾ 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഒരു നേഴ്സിംഗ് പഠനമൊക്കെ പൂർത്തിയാക്കി ഒരു ജോലിയൊക്കെ ലഭിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ അതിൽ നിന്ന് നല്ലൊരു വരുമാനം, ഒരു വിദേശത്ത് ജോലിയൊക്കെ ഞാനും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് മകൾക്കൊരു വിവാഹാലോചന വരുന്നത്. സഹോദരിയിലൂടെ വിവാഹാലോചന വന്നതുകൊണ്ട് അത് മാറ്റിവെക്കാൻ പറ്റാതെ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചപ്പോൾ എവിടെ നിന്നാണ് അതിനുള്ള പണം കണ്ടെത്തുക എന്ന് യാതൊരു ബോധ്യമില്ലാതൊരവസ്ഥയിലൂടെ കടന്നുപോയി. ഏതായാലും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു സാരമില്ല, അതൊക്കെ തമ്പുരാൻ നിറവേറ്റി തന്നോളൂ എന്ന് പറഞ്ഞെങ്കിലും എങ്ങനെയെങ്കിലും മടക്കി കൊടുക്കുകയൊക്കെ വേണമല്ലോ കടം വാങ്ങിയാലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കല്യാണം ഉറച്ചു. കല്യാണത്തിൻ്റെ സമയം വന്നു. 25 വർഷമായിട്ട് ഒരു സ്ഥലം വിൽക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കുടുംബമാണ് ഞങ്ങൾ. അങ്ങനെ ആ 25 വർഷക്കാലത്തെ പ്രാർത്ഥന ദൈവം അന്ന് നിറവേറ്റി തന്നുകൊണ്ട് ആ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ ആ സ്ഥലം വിൽപ്പനയിലൂടെ നടത്തി കിട്ടുകയും അത് പരിശുദ്ധ അമ്മ ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയും ചെയ്യാം. അങ്ങനെ മകളുടെ വിവാഹമൊക്കെ നടന്നു. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനിട വന്നു. രണ്ടാമത്തെ മകളെ ഞാൻ പിള്ളേരൊക്കെ പഠിപ്പിക്കുമ്പോഴും ഓരോ ദേശത്തേക്കൊക്കെ വിടുമ്പോഴും ഒത്തിരി പ്രാർത്ഥിച്ചൊരുക്കിയാണ് വിടാറ്. അങ്ങനെ രണ്ടാമത്തെ മകളെ ഹൈദരാബാദിൽ നഴ്സിംഗ് പഠിക്കാനായിട്ട് അവൾ പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് പഠനം തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറി മറ്റ് അക്രൈസ്തവ രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ തുടരണമെന്നും വിശുദ്ധ ബലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അവർ വിളിച്ചു പറഞ്ഞപ്പോൾ ഒത്തിരി വിഷമം തോന്നി. പ്രത്യേകിച്ച് മാതാവിനെക്കുറിച്ച് മോശമായിട്ടുള്ള പഠനങ്ങളും മാതാവിനെ ദുഷിച്ചുകൊണ്ടുള്ള പഠനങ്ങളും ആ രീതിയിൽ പ്രാർത്ഥിക്കണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഉടനെ ആ സ്കൂളിൻ്റെ അധികാരികളെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങൾ ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള പ്രാർത്ഥനാ രീതിയിലേക്കും ശൈലിയിലേക്കും ഒരു വിധത്തിൽ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അതിനൊരു വഴി കാണണമെന്ന് അവരോട് വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് മുതൽ അത് നിർത്തിക്കൊള്ളാൻ അധികാരികൾ ഉത്തരവിടുകയും അപ്പോൾ പിള്ളേരെ വിളിച്ച് ചോദിച്ചു ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്താ ഇതിന് ഞങ്ങൾക്കൊരു പ്രതിവിധി എന്ന് മകളും കൂട്ടുകാരും എല്ലാം കൂടെ എന്നോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോഴൊരു പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്യു കൊണ്ടുപോയിരുന്നല്ലോ, ആ സ്റ്റാച്യുവിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങൾ കൊന്തയിൽ പ്രാർത്ഥിക്കുക, ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ, കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും പരിശുദ്ധ അമ്മ കുറവെല്ലാം പരിഹരിച്ചു തരുമെന്ന് അവരോട് പറയുകയുണ്ടായി. അങ്ങനെ അവരൊരു 4-5 പേര് ഒരുമിച്ചിരുന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അന്ന് ഇവരൊരുമിച്ചിരുന്ന് സങ്കടത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എറണാകുളത്ത് നിന്ന് വന്ന് ഇവരുടെ കൂട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അവളോട് പരിശുദ്ധ അമ്മ മുന്നിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു അത്രേ, ഒരു പേപ്പർ എടുത്ത് അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതുക. ആദ്യമൊക്കെ കുട്ടി മടിച്ചു. പല പ്രാവശ്യം ഇങ്ങനെ മാതാവ് പ്രേരിപ്പിക്കുന്നതായിട്ട് തോന്നിയപ്പോൾ ആ കൊച്ചൊരു പേപ്പർ എടുക്കുകയും അതിൽ 1 എന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ 1 എന്ന് എഴുതി അതിൻ്റെ നേരെ എഴുതിയ കാര്യങ്ങൾ ഒരു ചോദ്യം പോലെ തോന്നി. അങ്ങനെ 15 നമ്പറുകൾ ഇങ്ങനെ മാതാവ് എഴുതിച്ച് അത് 15 ചോദ്യങ്ങളായിരുന്നു. അന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ഇവരിത് വായിച്ചു. ഇവർ പരസ്പരം അത് പറയുകയൊക്കെ ചെയ്തു. ഒരു അതിശയമൊന്നും അവർക്ക് തോന്നിയില്ല. പിറ്റേ ദിവസം രാവിലെ പരീക്ഷയ്ക്ക് എന്ന് ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്തി കിട്ടിയതാണ് ഈ ചോദ്യപേപ്പർ എന്ന് അവർക്ക് അത്ഭുതത്തോടെ അത് കാണാനും അത് തലേദിവസം മനസ്സിലാക്കിയിരുന്നതുകൊണ്ട് നന്നായിട്ട് ആ പരീക്ഷ എഴുതാൻ അവർക്ക് കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞ് ഒത്തിരി സന്തോഷത്തോടെ അവർ വന്ന് അവരെല്ലാവരോടും അത് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ജപമാല ചെല്ലുമ്പോൾ അന്നുണ്ടായിരുന്നതിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി
പിള്ളേരും കൂടെ വന്നിരുന്ന് ജപമാലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നും ഈ കൊച്ചിന് ഇതുപോലെ തന്നെ പേപ്പർ എടുക്കാനും എഴുതാനും പ്രേരണ കിട്ടി. അങ്ങനെ എഴുതിയതനുസരിച്ച് അന്നും 50 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മാതാവ് പറഞ്ഞു കൊടുത്തു. അത് ഒത്തിരി സന്തോഷമായി. അങ്ങനെ മാതാവിൽ വിശ്വാസമില്ലാതിരുന്ന അക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട മറ്റ് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളടക്കം വന്ന് 3-ാമത്തെ ദിവസം ജപമാലയിൽ പങ്കെടുക്കുകയും അങ്ങനെ അവർക്കെല്ലാം ഈ ഒരു ദൈവാനുഭവം ഈ 3 ദിവസത്തെ ചോദ്യപേപ്പർ എഴുതി കൊടുക്കുന്നതിലൂടെ അവർക്കത് വലിയ ദൈവാനുഭവത്തിൻ്റെ കാരണവുമായി മാറി. അങ്ങനെ അവരെല്ലാവരും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവരായി മാറി. ആ സമയത്താണ് ഇവിടെ പുല്ലൂരാമ്പാറ ബഥാനിയ ധ്യാന കേന്ദ്രത്തിൽ അഖണ്ഡ ജപമാല നടക്കുന്ന കാലമാണ്. അപ്പോൾ ഞാൻ പിള്ളേരെ വിളിച്ച് പറഞ്ഞു, മക്കളെ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിച്ച് ഈ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് എത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്നൊരു നിയോഗം വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഭാവി ജീവിതത്തിനൊക്കെ വലിയൊരു ഉപകാരപ്പെടും എന്ന് പറഞ്ഞതനുസരിച്ച് മകൾ തന്നെ അവരോടെല്ലാം ഇത് പറഞ്ഞപ്പോൾ അവരെല്ലാവരും 10 കൊന്ത, 50 കൊന്ത, 100 കൊന്ത, അങ്ങനെ 1000 കൊന്ത വരെ ഈ 3 മാസത്തിനുള്ളിൽ ചൊല്ലി തീർക്കാവുന്ന ഏറ്റ പിള്ളേരും അവരുടെ കുടുംബത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് പിന്നെ അറിയാൻ കഴിഞ്ഞു. അക്രൈസ്തവ പിള്ളേർ പോലും ജപമാല ചെല്ലാൻ പഠിച്ച് അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വിവാഹ തടസ്സങ്ങൾ, രോഗങ്ങളൊക്കെ വിട്ടുമാറിയതായിട്ട് പിന്നീട് മകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം ഫലങ്ങൾ ലഭിക്കുന്നു എന്നുള്ള വലിയൊരു തിരിച്ചറിവിലേക്ക് അത് നയിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെയാണ് എന്നെ ആത്മീയമായിട്ട് ഒത്തിരി ശുശ്രൂഷകളിലേക്ക് തമ്പുരാനെ ഏൽപ്പിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്നെ ഈ ഒരു ജോലിയിലേക്കും ഈ കോഴിക്കോട് പട്ടണത്തിലേക്കൊക്കെ കൊണ്ടുവന്നത് പ്രത്യേക ഒരു വിളിയാണ്, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തമ്പുരാൻ തിരഞ്ഞെടുത്തതാണെന്ന് എനിക്ക് ആ കാലഘട്ടത്തിൽ തോന്നുകയാണ്. ഏതായാലും പള്ളിയിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ആ കാലഘട്ടത്തിൽ ചെയ്യാനുള്ള അവസരം കിട്ടി. അന്ന് പ്രയർ ഗ്രൂപ്പിൻ്റെ ലീഡറായിരിക്കുമ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ഇക്കൊല്ലത്തെ ധ്യാനം നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു ധ്യാനഗുരുവിനെയൊക്കെ കണ്ട് ധ്യാനമൊക്കെ വാർഷിക ധ്യാനമൊക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ ധ്യാനം അടുത്ത ഒരാഴ്ചയ്ക്ക് മുമ്പാണ് പെട്ടെന്ന് ആ അച്ഛനെ പിതാവ് റോമിലേക്ക് എന്തോ കാര്യത്തിന് പഠിക്കാനായിട്ട് പോകാനായിട്ട് എന്തോ കാര്യത്തിന് പോകാനായിട്ട് ഏൽപ്പിച്ചു. അങ്ങനെ ആ അച്ഛന് പോകേണ്ടി വന്നതുകൊണ്ട് ധ്യാനം മാറ്റി വെക്കേണ്ടി വന്നു. പെട്ടെന്ന് ദൈവമേ എന്താ ഇതിന് ചെയ്യുക, ഇതൊരു പ്രതിവിധി, എല്ലാം അറേഞ്ച്ഡാണ്, ധ്യാനമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നതാണ്, ഞങ്ങളത് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരുന്നതാണ്, വലിയൊരു വിഷമമായി പോവുമല്ലോ. ഉടനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ എന്താ ഇനി വഴി, കാരണം ഇത്ര പെട്ടെന്ന് ധ്യാനം മുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇടവക സമൂഹത്തിനും ഞങ്ങൾക്കും അതൊരു പേരുദോഷമാവുമല്ലോ, അമ്മയെ ഞങ്ങളെ വിഷമിപ്പിക്കരുത്, അമ്മ ഒരു വഴി കാണിച്ചു തരണം. അങ്ങനെ അമ്മയോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്ന ബോധ്യം ഇതാണ്, നിങ്ങളെല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങളെല്ലാവരും ഗ്രൂപ്പിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ചു. അതോടൊപ്പം ഞങ്ങൾ അന്ന് വാർഡുകളിലും യൂണിറ്റുകളിലും അറിയുന്ന വ്യക്തികളോടൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ഇങ്ങനെ ഒരു വിഷമമുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പലരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അന്ന് ഏതായാലും വട്ടായിലച്ചനെ തന്നെ ഈ ധ്യാനത്തിന് ഞങ്ങൾക്ക് ലഭിക്കുക, ഈ കാലഘട്ടത്തിൽ വട്ടായിലച്ചൻ്റെ ധ്യാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. ആ ദിവസങ്ങളിൽ മറ്റ് ശുശ്രൂഷകളില്ലാതെ അച്ഛനെ കിട്ടി. അച്ഛൻ വന്ന് ഞങ്ങൾക്ക് ധ്യാനം നടത്തി തന്നു. അത് ഇടവകയ്ക്ക് വലിയൊരു അനുഭവമായി. മാത്രമല്ല വലിയൊരു ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ജപമാല റാലിയൊക്കെ നടത്തി. അത് ഇടവകയ്ക്ക് മുഴുവനും വലിയൊരു ചലനം സൃഷ്ടിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറി. അത് ഇടവകയ്ക്കൊക്കെ വലിയ, അല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി വന്നപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച ഞങ്ങൾക്കെല്ലാവർക്കും അത് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷമായിട്ട് മാറി. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഇത്രയും വലിയ അനുഭവം ഉണ്ടാവുമെന്ന് ഒത്തിരി പേർക്കത് വലിയ തിരിച്ചറിവുമായിരുന്നു. അങ്ങനെ വലിയൊരു ദൈവാനുഗ്രഹം ഈ ധ്യാനത്തിലൂടെയും അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയിലൂടെയും അമ്മയിലൂടെയും ലഭിച്ചതിന് ഒത്തിരി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനും അനേകർക്ക് അത് വിശ്വാസമായി എന്ന് കാണുവാനും ഞങ്ങൾക്ക് ഇടവന്നു. അങ്ങനെ അമ്മയിലൂടെ ലഭിച്ച ഈ ഒരു വലിയ ദൈവാനുഗ്രഹത്തിന് ഞാൻ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. എനിക്ക് ജീവിതത്തിൽ ഒത്തിരി പേരോട് ക്ഷമിക്കാനുള്ളൊരു വിഷമമുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനത് കുമ്പസാരക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങനെ നിർദ്ദേശിച്ചു, അവരെയൊക്കെ ഓർത്ത് ഓരോ നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന ചെല്ലുക, അത് നമുക്കത് മറക്കാനും പൂർണ്ണമായിട്ട് ക്ഷമിക്കാനും കൃപ കിട്ടുമെന്ന്. അന്ന് മുതൽ ഞാനത് ശീലമാക്കി അമ്മയോട് ചേർന്ന് ഓരോ വേദനിപ്പിച്ച, അല്ലെങ്കിൽ ഞാൻ വേദനിപ്പിച്ചിട്ടുള്ള, അങ്ങനെ വേദന തോന്നിപ്പിക്കുന്ന ആ വ്യക്തികളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതോടുകൂടി എൻ്റെ മനസ്സിൽ നിന്ന് അവരോടുള്ള ആ വെറുപ്പും വിഷമമൊക്കെ മാറി ക്ഷമിക്കാനുള്ള വലിയ ഒരു കൃപ കിട്ടുകയായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ഇങ്ങനെ വലിയൊരു അനുഗ്രഹമുണ്ടെന്ന് എനിക്കത് ബോധ്യമാവുകയാണ്.
ഒരിക്കലും ഞാൻ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒത്തിരി നാളുകളായിട്ട് നവീകരണ രംഗത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കുറച്ച് ദിവസങ്ങളായിട്ട് കുർബാന സ്വീകരിക്കാതെ മടങ്ങിപ്പോകുന്നതായിട്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് 2-3 ദിവസം വിചാരിച്ചെങ്കിലും അത് ചോദിക്കാൻ പറ്റിയില്ല. അങ്ങനെ 4-5 ദിവസം കടന്നു പോയപ്പോൾ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് കുർബാന സ്വീകരിക്കാതെ പോകുന്നു? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് ഞാനിങ്ങനെ ഒന്ന് പറയാനിരിക്കുകയായിരുന്നു, ഒത്തിരി വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒത്തിരി ധ്യാനം കൂടി, പ്രാർത്ഥനാനുഭവത്തിലായി, ദമ്പതി ധ്യാനമൊക്കെ കൂടി, അങ്ങനെ കപ്പിൾസ് പ്രാർത്ഥനയിലൊക്കെ ഉള്ള ഒരു നല്ല കുടുംബം, ഒത്തിരി ദൈവാനുഭവമുള്ള കുടുംബം. അപ്പോൾ എന്നോട് പറയുക, സംഗതി ആകെ വിഷമമായിരിക്കുന്നു, ഭാര്യയുമായിട്ട് ആകെ പ്രശ്നമായി, അവർ മക്കളും അമ്മയും ഒരു ഭാഗത്തും, എന്നെ അവർ ഒറ്റപ്പെടുത്തി, ഇനി ഒരു പക്ഷേ അത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വരെ എത്തി നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ടൊന്നും ഒരു രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കുറേ പ്രാർത്ഥിച്ചൊക്കെ നോക്കിയതാണ് എന്നൊക്കെ ഇദ്ദേഹം വിഷമവും സങ്കടവും പറഞ്ഞു. സാരമില്ല, നമുക്കൊന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ കൂട്ടി ഞങ്ങളൊരു വീട്ടിലിങ്ങനെ ഒരുമിച്ചിരുന്ന് അദ്ദേഹത്തിന് വേണ്ടി കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിഷമവും സങ്കടമൊക്കെ പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ ആ പ്രയാസങ്ങളെല്ലാം പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അന്നെന്നോട് പറഞ്ഞു, ഇന്നൊരു പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ കഞ്ഞി പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല, അത് രാത്രി 10 മണിയായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദിവസം കഞ്ഞി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ചിലപ്പോൾ അകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഒരു ദിവസം പുറത്ത് കിടന്നാലും കുഴപ്പമില്ല, പോയിക്കോളാൻ പറഞ്ഞ് അങ്ങനെ വിട്ടു. പിറ്റേ ദിവസം അദ്ദേഹം ഓടി വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അതായത് ഞാൻ ഇന്നലെ വലിയ അത്ഭുതം നടന്നു. എന്നുവെച്ചാൽ എന്ത് പറ്റി? ഇന്നലെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ 1 മാസമായി ഞങ്ങൾ ഒരുമിച്ചല്ലാതിരുന്ന, ഒരുമിച്ച് ഭക്ഷിക്കാതിരുന്ന, ഒരുമിച്ച് കിടക്കാതിരുന്ന ജീവിത പങ്കാളിയും മക്കളും ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ വിളമ്പിയ ഭക്ഷണമായിട്ട് കാത്തിരിക്കുക തന്നെ. അപ്പോൾ ഞാൻ ഓർക്കുക, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥന എത്ര ക്ഷണം കൊണ്ടത് ദൈവത്തിൽ എത്തിച്ചേരുകയും ദൈവം മാതാവിലൂടെ കൃപ ചൊരിയുകയും ചെയ്യപ്പെടുകയായിരുന്നു. മറ്റൊരു സംഭവം കൂടി ഇതിനോട് ചേർന്ന് ഞാൻ ഓർക്കുന്നത് ഇതാണ്. ഒരു പെൺകുട്ടി ഇതുപോലെ MA പഠിക്കുന്ന സമയത്ത്, പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുക അവൾ, അപ്പോഴാണ് ഇതുപോലെ ഒരു അക്രൈസ്തവ പയ്യനുമായിട്ട് പരിചയപ്പെട്ട് അവർ തമ്മിൽ വിവാഹം കഴിക്കും എന്നുള്ളൊരവസ്ഥയിലെത്തി. അപ്പോൾ ആ കുടുംബക്കാർ ഒന്നടക്കം പറഞ്ഞു, എടി നിൻ്റെ പ്രായത്തിന് പറ്റില്ല, നിൻ്റെ കുടുംബത്തിന് ചേരില്ല, നിൻ്റെ പഠനത്തിന് പറ്റില്ല, കാരണം അവൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു, ഒരു വിധത്തിൽ നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകില്ല എന്നൊക്കെ കുടുംബക്കാർ പറഞ്ഞിട്ടും അതുപോലെ തന്നെ പള്ളിയിലെ വികാരിച്ചൻ പറഞ്ഞിട്ടും ആര് പറഞ്ഞിട്ട് ഈ കുട്ടി സമ്മതിക്കില്ല. ഏതായാലും യാദൃശ്യമായിട്ട് ഈ കുട്ടീനെ കാണാനും ഇവൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, എനിക്ക് ഈ പ്രായമായി, എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുത്തൂടെ ബ്രദറെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്ക് തിരഞ്ഞെടുക്കാം, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിനക്ക് പ്രായമായി, നീ തിരഞ്ഞെടുത്തോ. പക്ഷേ ഒന്ന് ഞാൻ നിന്നോട് പറയും, ദൈവം ആഗ്രഹിക്കുന്നതാണോ ഇല്ലയോ, അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം നമുക്ക് വേണ്ടേ? കാരണം ഇത് ദൈവിക പദ്ധതിയാണല്ലോ, അതുകൊണ്ട് അതിനനുസരിച്ച് ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് നല്ലതല്ലേ? അത് അവൾക്ക് ഇഷ്ടമായി, പ്രാർത്ഥിച്ചൊരുങ്ങണം, ദൈവാനുഗ്രഹവും വേണം. അങ്ങനെ അവൾ പ്രാർത്ഥിക്കാൻ സമ്മതിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശക്തമായി പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാർത്ഥനയിലൂടെയാണ് കിട്ടുക, സഭയുടെ അനുഗ്രഹം വേണം നിങ്ങൾക്ക്, മാതാപിതാക്കളുടെ ബ്ലെസ്സിങ്സ് വേണം, സമൂഹത്തിൻ്റെ ബ്ലെസ്സിങ്സ് വേണം, അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പോകുന്നവരുമായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചാൽ അത് തരാതിരിക്കില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവളും പ്രാർത്ഥനയിലേക്ക് വന്നു. കാരണം ഞാൻ അവളെ എതിർത്താൽ ആ കുട്ടി സമ്മതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവരെ എതിർത്തവരെയൊക്കെ ധിക്കരിക്കുക കുട്ടി ചെയ്തത്. ഏതായാലും ഇവരെന്നോട് ചേർന്ന് ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ജപമാല ചൊല്ലി ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഏതായാലും ഒത്തിരി സന്തോഷം തോന്നുക. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചെറുക്കൻ മറ്റൊരു പെൺകുട്ടിയെ അടിച്ചുകൊണ്ട് നാട് വിട്ടു എന്നാണ് പിന്നെ കേട്ട ന്യൂസ്. അത് ഈ കുട്ടിക്ക് ദുഃഖമൊന്നും ഉണ്ടായില്ല. കാരണം ഇതൊരു ബന്ധനാവസ്ഥയാണെന്ന് അവൾ തിരിച്ചറിയുകയും അവൾ വീണ്ടും സാധാരണ അവസ്ഥയിലേക്ക് കടന്നു വന്ന് മറ്റൊരു വിവാഹത്തിന് അവൾ ഒരുങ്ങുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോൾ ചോദിച്ചു, എങ്ങനെ ഇരിക്കുന്നു? ഓ, സന്തോഷമാണെങ്കിലേ, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുക, അന്ന് വലിയ സന്തോഷമാണെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ അതിനേക്കാളും സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ ഈ തെറ്റായ ഇങ്ങനത്തെ ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നത് കുടുംബങ്ങളിൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് വളരുകയും ചെയ്യുമ്പോൾ നേരായ വഴികൾ തെളിച്ച് കിട്ടാനും നല്ല വഴികളിലേക്ക് അല്ലെങ്കിൽ സഭ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന ദൈവാനുഗ്രഹം ലഭിക്കുന്ന വഴികളിലേക്കൊക്കെ പോകാൻ പരിശുദ്ധ അമ്മയോടുള്ള ചേർന്നുള്ള
പ്രാർത്ഥനയും അമ്മ കൂടെ ഉണ്ടെങ്കിൽ, അമ്മ ഭവനത്തിലുണ്ടായിരുന്നുകൊണ്ടാണല്ലോ ആ കല്യാണ വീട്ടിലെ കുറവെല്ലാം പരിഹരിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ അമ്മ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നമ്മുടെയൊക്കെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, എല്ലാ പ്രതിസന്ധികൾക്കും നമുക്ക് ഉത്തരമാണ്, എല്ലാ കുറവുകളും പരിഹരിക്കാൻ അമ്മ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാ സ്നേഹനാഥേ.